മാന്നാർ കലയുടെ കൊലപാതകത്തിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിനായി CBI അന്വേഷിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. ഇരമത്തൂരിൽ കലയുടെ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷമാണ് MP ഇക്കാര്യം പറഞ്ഞത്. മാന്നാർ ഇരമത്തൂരിലെ കലയുടെ കൊലപാതകത്തിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിനായി CBI അന്വേഷിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. കലയെന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള തിരോധാനം ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് ശേഷം അതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ കൊലപാതകം എവിടെ വെച്ച് നടന്നു, എങ്ങനെ നടത്തി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൃതശരീരം അല്ലെങ്കിൽ ആ ബോഡി എവിടെ സംസ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതെവിടെയാണ് ഉപേക്ഷിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട പ്രതി ഇതുവരെയും പോലീസിന് സ്ഥലത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വിദേശത്താണെന്നാണ് അറിയുന്നത്. ഇതിന് ആ പ്രധാനപ്പെട്ട പ്രതിയോടൊപ്പം ഈ കൃത്യത്തിൽ പങ്കെടുത്ത ചില പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഈ പ്രതികളെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ, അതിനുള്ള സമ്മർദ്ദങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണം എത്രത്തോളം നിഷ്പക്ഷമാകും, എത്രത്തോളം സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരും എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. ഈ കേസിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയുമുള്ള മാന്നാർ പോലീസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ടുള്ള പോക്ക് പരിശോധിക്കുമ്പോൾ ആരെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന ആക്ഷേപം കലയുടെ ബന്ധുക്കൾക്കുണ്ട്, നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ, ലോക്സഭാംഗം എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത് ഈ കലയുടെ ഈ ദുരൂഹ സാഹചര്യത്തിലുള്ള ഈ മരണം അത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള ഒരാവശ്യമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതിന് കാരണം സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരുമോ, യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുമോ, ഈ കൃത്യത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും അവർക്ക് നിയമത്തിൻ്റെ മുന്നിൽ അവരെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ സംശയമുള്ളതുകൊണ്ട് നിഷ്പക്ഷമായ നീതിപൂർവമായ അന്വേഷണം നടത്തി ഈ കലയെന്ന പാവപ്പെട്ട പട്ടികജാതിയിൽപ്പെട്ട യുവതിയെ കൊല്ലാനുണ്ടായ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായി അന്വേഷിച്ച് പുറത്തു വരണമെങ്കിൽ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന സംശയമാണ്. അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ അത് CBI ഏൽപ്പിക്കണമെന്നതാണ് MP എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ ഇത്രയും വലിയ വിവാദമായ കേസ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കൃത്യം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ സ്വാധീനങ്ങളൊന്നും ഈ അന്വേഷണത്തിൽ ഉണ്ടാകാതിരിക്കാൻ, പ്രതികൾ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് അഭികാമ്യം എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ 15-ാം തീയതി MP-മാരുടെ കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രി കാണുമ്പോൾ ഈ കേസ് CBIക്ക് വിടണം, ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടും എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഇരമത്തൂരിൽ കലയുടെ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷമാണ് കൊടിക്കുന്നിൽ സംസാരിച്ചത്. പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസ് കാണിക്കുന്നത്. ഇതിനായി സമ്മർദ്ദങ്ങൾ നടക്കുന്നുണ്ട്. സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നിഷ്പക്ഷമാകില്ല എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. 15-ന് നടക്കുന്ന MP-മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയോട് CBI അന്വേഷണം നേരിട്ട് ആവശ്യപ്പെടുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. കലയെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്താണെന്നും ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും അതിന് CBI അന്വേഷണം തന്നെ വേണമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. CDNet ന്യൂസ്, മാന്നാർ.